പാലാ നഗരസഭ 19-ാം വാർഡ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നു. UDF മുൻ കൗൺസിലർ മായ രാഹുലും UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് ചൊള്ളാനിയും തമ്മിൽ പോരാട്ടം മുറുകുന്നു. പാലാ നഗരസഭയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിൽ. നഗരസഭയിലെ 19-ാം വാർഡിൽ മത്സരിക്കുന്ന മായ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ മത്സര രംഗത്ത്. കഴിഞ്ഞ ഭരണകാലയളവിൽ UDF വാർഡ് കൗൺസിലറായിരുന്ന മായ ഇത്തവണ പാർട്ടി തനിക്ക് സീറ്റ് നൽകിയില്ല എന്നും വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നും പറഞ്ഞു. കഴിഞ്ഞ തവണ വാർഡ് 19 പാലാ മുനിസിപ്പാലിറ്റി വാർഡ് 19 UDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് കൗൺസിലറായിരുന്നു ഞാൻ. അന്ന് ഈ 5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളുടെയും ആശയങ്ങളും എൻ്റെ ആശയങ്ങളും കൂടെ ക്രോഡീകരിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, എന്നുള്ളൊരു സംതൃപ്തിയിലാണ്. ഇനി വരുന്ന 5 വർഷത്തേക്ക് ഈ വക ഒരുപാട് ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വാർഡ് 19 ഓരോരുത്തരുടെയും ആശയങ്ങളുമായിട്ട് വിനിയോഗിച്ച് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനാൽ നിങ്ങളുടെ തരുന്ന ഓരോ വോട്ടും വളരെ മൂല്യമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ വേർത്തും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ റെസ്പെക്റ്റോടു കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ തന്നിൽ ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ഭരണകാലയളവിൽ സാധിച്ചുവെന്നും ഇത്തവണയും അത് തുടരുമെന്നും മായ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക കൊടുത്ത അന്നു മുതൽ തന്നെ മായ തനിച്ചാണ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. വാർഡ് കൗൺസിലറായിരുന്ന കാലത്ത് വാർഡിലെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തിയിരുന്ന തനിക്ക് ഓരോ വീടും ആളുകളും സുപരിചിതമാണെന്നും മായ രാഹുൽ പറഞ്ഞു. അവസാനഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകൾ കയറി വോട്ടുറപ്പിക്കുകയാണ് മായ രാഹുൽ. എന്നാൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയുടെ പ്രചരണാർത്ഥം പുതുപ്പള്ളി MLA വരെ പാലായിലെത്തിയിരുന്നു. വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ബിന്നി എബ്രഹാം ഇടേട്ടാണ്. ഐഫോറിയ ന്യൂസ്, പാലാ.